നമസ്കാരം. നമസ്തേ. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വിമാനം സ്റ്റെൽത്ത് വിമാനമായ F-35 നമ്മൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിഷയമെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നടന്നിരുന്നു. അത് പലതരത്തിലുള്ള കാര്യങ്ങൾക്കാണ് വന്നതെന്നുള്ളതും ഇന്ത്യൻ റഡാറുകൾ അത് ഡിറ്റക്ട് ചെയ്തു, മുൻകൂട്ടി ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ലാൻഡ് ചെയ്തത് എന്നുള്ള തരത്തിലൊക്കെ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് അമേരിക്ക ബ്രിട്ടന് കൊടുത്ത വിമാനമായിരുന്നു ഉള്ളത്. അപ്പോൾ എന്തായാലും പിന്നീട് അത് വലിയ തരത്തിലോട്ട് വിഷയമൊക്കെ ആയി പോകുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വർഷമാണ്, അതായത് 2025 ജൂണിലാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു F-35 ലൈറ്റനിങ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തത്. ഈ വിമാനം ലാൻഡ് ചെയ്ത് അതിനകത്ത് ആദ്യം അവർ പറഞ്ഞത് ഫ്യൂവൽ ഷോർട്ടേജ് കൊണ്ടാണെന്നാണ്. വിമാനത്തിന് ആവശ്യത്തിനുള്ള ഇന്ധനമില്ലായിരുന്നു എന്നുള്ളതാണ്. അത് യുക്തിസഹമല്ല. കാരണം ഈ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു വാഹിനി കപ്പലിൽ നിന്നും പറന്നുയരുന്ന ഒരു വിമാനം ആവശ്യത്തിന് ഇന്ധനമില്ലാതെ വിമാനം പറന്നുയരത്തൊന്നുമില്ല. അതായത് ഒരു വിമാനം പറന്നുയരുമ്പോൾ അതിന് ഇത്ര ദൂരം പോകാനുള്ള ഇന്ധനം കൃത്യമായിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ സോർട്ടി നടത്തുന്നതിന് മുമ്പ് അതെല്ലാം ചെക്ക് ചെയ്യുക. അല്ലാതെ നമ്മുടെ 2-3 ദിവസം മുമ്പ് ഡീസൽ അടിച്ച പെട്രോൾ അടിച്ച കാറ് നമ്മൾ ഓർക്കാതെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുന്ന പോലെ ആ വിമാനം എടുത്ത് പറപ്പിച്ചുകൊണ്ട് ഒരു പൈലറ്റ് പോവില്ല. അപ്പൊ അത്തരം ഈ വിഡിത്തമായിട്ടുള്ള ഒരു വിശദീകരണം ബ്രിട്ടീഷ് റോയൽ നേവി ആദ്യം നൽകി. പക്ഷെ അവർക്ക് തന്നെ മനസ്സിലായി അത് പരമവിഡിത്തമാണെന്ന്. പിന്നീട് അതങ്ങ് പിൻവലിച്ചിട്ട് അവർ പറഞ്ഞു വിമാനത്തിന് ചെറിയ യന്ത്രത്തകരാറുണ്ടായതിനെ തുടർന്ന് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുവാദം കൊടുത്തു എന്ന് പിന്നീട് അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റിയപ്പോഴും അവര് ഇതൊരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് അവർ പറഞ്ഞത്. ഉടൻ തന്നെ ഞങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ ഇത് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ തിരികെ പോകുമെന്ന് പറഞ്ഞു. അതായത് ഈ വിമാനവാഹിനി കപ്പലിൽ തന്നെ ഉള്ള ടെക്നീഷ്യന്മാർ മതിയാകും ഈ തകരാറ് പരിഹരിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പാഴ്വാക്കുകളായി. 1.5 മാസത്തിന് ശേഷമാണ് ആ വിമാനം ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിട്ടുള്ള, അതായത് വിമാന നിർമ്മാതാവായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിനിൽ നിന്നും ടെക്നീഷ്യൻസ് എത്തിയതിനു ശേഷമാണ് ഈ വിമാനം നന്നാക്കിയത്. അത് തന്നെ വലിയ ബുദ്ധിമുട്ടി. അപ്പോ ആദ്യം പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പോഴ് അത് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇന്ത്യ ഗവൺമെന്റ് അന്ന് അതില് വലിയൊരു വിശദീകരണമൊന്നും നൽകിയിരുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് ആകെ പറഞ്ഞത് അവര് നമ്മളോട് സഹായം ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് അവർക്ക് കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങാനുള്ള അനുവാദം നമ്മൾ നൽകി. ബാക്കി ആ ഒരു രീതിയിലുള്ള ഒരു സാധാരണ വിശദീകരണം മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും പ്രതിരോധ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം 2 സംഭവവികാസങ്ങളുണ്ടായി. അത് അന്ന് പ്രചരിച്ചിരുന്ന ഒരു വാർത്ത ശരിയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. അതായത് അന്ന് പാരലായിട്ട് പ്രചരിച്ചിരുന്ന ഒരു വിശകലനങ്ങൾ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തിരുന്നു ഈ വിമാനം. അത് 2 ലക്ഷ്യത്തിലായിരുന്നു. അതായത് ഇന്ത്യയുടെ ഒരു വ്യോമ പ്രതിരോധ ശേഷിയെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു വയലേഷൻ ആണ് നടത്തിയത്. അങ്ങനെ വയലേഷൻ നടത്തിയപ്പോൾ ഇന്ത്യൻ റഡാറുകൾ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഈ വിമാനത്തെ നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തു, പിന്നീട് ട്രാക്ക് ചെയ്തു, എൻഗേജ് ചെയ്തു. ഇലക്ട്രോണിക് വാർഫെയറിലൂടെ ഈ വിമാനത്തിന്റെ ചില ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകർത്തു. അതിനെ തുടർന്നാണ് വിമാനം ഇവിടെ ലാൻഡ് ചെയ്തത് എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. അതായത് സാധാരണ ഒരു തകരാറായിരുന്നെങ്കിൽ, റുട്ടീൻ തകരാറാണ് ഈ ബ്രിട്ടീഷ് നേവി അവകാശപ്പെട്ടതുപോലെ റുട്ടീൻ തകരാറായിരുന്നെങ്കിൽ വിമാനവാഹിനി കപ്പലിലെ ടെക്നീഷ്യന്മാരടങ്ങുന്ന സംഘം ഇവിടെ എത്തിയിരുന്നു. 7ഓളം പേരെത്തിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സാധാരണ ഒരു തകരാറല്ല അത്. വിമാനത്തിന്റെ കൂടുതൽ സാങ്കേതിക പരിചയമുള്ളവർ, അതായത് സോഴ്സ് കോഡ് അമേരിക്ക ആർക്കും കൊടുക്കില്ല. ആ സോഴ്സ് കോഡ് ഉൾപ്പെടെ കൈവശമുള്ളവർക്കേ ഈ വിമാനം നന്നാക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു ഇലക്ട്രോണിക് വാർഫെയർ വിക്റ്റിമാണ് വിമാനം എന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു.
ഏറ്റവും ഒടുവിൽ ഇപ്പൊ അതിനെ സാധൂകരിക്കുന്ന രണ്ട് അഭിപ്രായങ്ങൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഭാഗത്തുനിന്ന് പുറത്തു വന്നു. എന്താണത്? ഒന്നാമത്തേത്, ഇന്ത്യക്ക് അരുദ്ര എന്നൊരു റഡാറുണ്ട്. അത് DRDO ഗവേഷണത്തിന്റെ ഫലമായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ചേർന്ന്, പൊതുമേഖലാ കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച ഒരു റഡാറാണ് അരുദ്ര റഡാർ. ഈ അരുദ്ര റഡാർ സ്റ്റെൽത്ത് വിമാനങ്ങളെയും ട്രാക്ക് ചെയ്യാൻ ശേഷിയുള്ളതാണ്. ഇതൊരു ഫേസ്ഡ് അറേ റഡാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു റഡാറാണ്. ഇതിന് 300 കിലോമീറ്റർ അപ്പുറത്ത് 2 സ്ക്വയർ മീറ്റർ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വിമാനത്തെ പോലും ഇതിന് കൃത്യമായിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ വിമാനം അന്ന് നമുക്ക്, അതായത് ഈ വിമാനത്തിന് ഓൾട്ടിറ്റ്യൂഡ് 100 മീറ്റർ ഉയരം തൊട്ട് 30 കിലോമീറ്റർ ഉയരം വരെയുള്ള വസ്തുക്കളെ ട്രേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ വിമാനമല്ല, ഈ റഡാറിന്റെ ഇലക്ട്രോണിക് ബീം സ്റ്റിയറിംഗ്, സോളിഡ് സ്റ്റേറ്റ് ടെക്നോളജി, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഈ അരുദ്ര റഡാറിന് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ഒരു സിമുലേഷൻ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങളും ആ വീഡിയോ ഫുട്ടേജ് ഉൾപ്പെടെയുള്ളത് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് F-35 വിമാനത്തെ എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നതെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ F-35ന്റെ റഡാർ ക്രോസ് സെക്ഷൻ വെറും 0.1 സ്ക്വയർ മീറ്റർ ആണ്. ഞാൻ ആദ്യം പറഞ്ഞു 2 സ്ക്വയർ മീറ്റർ 300 കിലോമീറ്റർ അപ്പുറത്ത് കാണാമെന്ന്, അപ്പുറത്ത് വെച്ച് തന്നെ ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരു 10 കിലോമീറ്ററോ 50 കിലോമീറ്ററോ അകലെയുള്ള ഒരു സ്റ്റെൽത്ത് വിമാനത്തിന്റെ 0.01 സ്ക്വയർ മീറ്റർ മാത്രമാണ് അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ എങ്കിൽ, അല്ലെ റഡാറിൽ പതിയുന്ന ഭാഗമെങ്കിൽ പോലും ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നുള്ളതിന്റെ വിശദീകരണം അതൊരു റിയൽ കമ്പ്യൂട്ടർ ഗെയിം പോലെ അത് കാണിച്ചിട്ട് ഈ വ്യോമസേന ഒരു ഫുട്ടേജ് പുറത്തു വിട്ടു, ഒരു വീഡിയോ ഫുട്ടേജ്. അപ്പോ വളരെ കൃത്യമാണ്. ഈ F-35ന്റെ പല റഡാർ ക്രോസ് സെക്ഷന്റെ പ്രത്യേകതകളും അതിൽ കൃത്യമായിട്ട് ആ ഡാറ്റ നമ്മുടെ കൈവശം ഉണ്ടായെന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ്. കാരണം ഈ ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗെയിം ഉണ്ടാക്കാൻ പറ്റില്ല, ഗെയിമല്ല, ഈ സിമുലേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ F-35ന്റെ പല പ്രത്യേകതകളും ഇന്ത്യക്ക് അറിയാം. അത് ആദ്യം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്തിട്ടാണ് നമ്മുടെ റഡാറിന്റെ ഡീറ്റെയിൽസും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ചെറിയ ഒരു ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വിമാനത്തെ ഈ മൾട്ടിപ്പിൾ ഫ്രീക്വൻസികളിൽ ആണ് ഈ റഡാർ, പലതരത്തിലുള്ള ഫ്രീക്വൻസിയിൽ ഈ റഡാർ റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കണ്ടെത്തുന്നത്, റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചും മറ്റു രീതിയിൽ എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്, ഇതൊക്കെ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. അപ്പോ അന്ന് പറയാതിരുന്ന കാര്യം ഇന്ത്യ ഇപ്പോൾ തെളിച്ചു പറഞ്ഞു. അതായത് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന റഡാറുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അരുദ്ര റഡാർ എന്ന റഡാറാണ് ഇത് ട്രാക്ക് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അരുദ്ര റഡാർ മാത്രമല്ല, ഇതോടൊപ്പം ഇന്ത്യയുടെ മറ്റു പല റഡാറുകളിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടുകൾ, മറ്റു പല സെൻസറുകളിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടുകൾ, ആ ഇൻപുട്ടുകളെല്ലാം സംയോജിപ്പിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇതിന്റെ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇതിനെ ട്രാക്ക് ചെയ്ത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. പിന്നെ അത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നു. അതിന് കുറച്ച് ദിവസം മുമ്പ് അമേരിക്ക ഒരു കാര്യം വെളിപ്പെടുത്തി. അവർ സമ്മതിക്കുന്ന അവര് ചൈനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവര് ഒരു പ്രസ്താവന അമേരിക്കയുടെ ഈ 5th ആർമി ഡിവിഷൻ അവര് പുറപ്പെടുവിച്ചത്. അതായത് അവർ പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ചൈനയ്ക്കുണ്ട്. സ്റ്റെൽത്ത് വിമാനം എന്ന് പറയുന്ന സ്റ്റെൽത്ത് ടെക്നോളജി ലോകത്ത് എവിടെയും റഡാറുകളെ വെട്ടിക്കാൻ പറ്റും എന്ന് ചൈന തെറ്റിദ്ധരിച്ചിരിക്കുന്നു. J-35 പോലുള്ള വിമാനങ്ങൾ ചൈന നിർമ്മിക്കുമ്പോൾ ചൈന മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും റഡാറുകളുടെ കണ്ണിൽ പൂർണ്ണമായിട്ടും പെടാത്ത ഒരു വിമാനവും ഇതുവരെ ആർക്കും നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സാധിക്കാനും ബുദ്ധിമുട്ടാണ്. സ്റ്റെൽത്ത് എന്ന ഒരു പ്രതിഭാസം, അതായത് റഡാറുകളുടെ കണ്ണു വെട്ടിക്കുക എന്ന പ്രതിഭാസം നമ്മൾ സ്വായത്തമാക്കുന്ന, അച്ചീവ് ചെയ്യുന്നത്
അത് ഒന്ന് ടെക്നോളജി അതിലൊരു ഘടകമാണ്. പക്ഷേ ടെക്നോളജി പോലെ തന്നെ പ്രാധാന്യമാണ് വാർ ഡോക്ട്രൈൻസ്, തന്ത്രങ്ങൾ. അതായത് പിന്നെ ഉദാഹരണത്തിന് അമേരിക്ക പറയുന്നത് ഒരു സ്ഥിരം റൂട്ടിലൂടെ ഒരു വിമാനം വന്നാൽ എത്ര സ്ഥലത്ത് ആണെങ്കിലും പല റഡാറുകൾ അവിടെ കേന്ദ്രീകരിച്ച് അതിനെ ട്രാക്ക് ചെയ്യും. അപ്പൊ സ്ഥിരമായിട്ടൊരു റൂട്ട് ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്ന്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 19ാമത്തെ അടവാണ്. 18 അടവ് കഴിഞ്ഞ് 19ാമത്തെ അടവുണ്ട്, അത് ഓടുക എന്നുള്ളതാണ്. സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക. അല്ലാതെ എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അദൃശ്യനാണ് എന്നൊന്നും ഉള്ള തെറ്റിദ്ധാരണ വേണ്ട. ടെക്നോളജി ഈസ് ആസ് ഗുഡ് ആസ് ഹ്യൂമൻ ഇന്റലിജൻസ്. അത് ശരിയാണ്. പക്ഷെ ഇറ്റ്സ് ഓൺലി ആസ് ഗുഡ് ആസ് ഹ്യൂമൻ ഇന്റലിജൻസ്. മനുഷ്യന്റെ ബുദ്ധിയുടെ അത്രയും തന്നെ മാത്രമേ അതിനും പ്രയോജനമുള്ളൂ. മനുഷ്യബുദ്ധിയും ഇതും കൂടെ ചേരുമ്പോഴാണ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷനിലാണ് ഇത് നമുക്ക് ഒരു സ്റ്റെൽത്ത് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. സ്റ്റെൽത്ത് ഈസ് ആസ് മച്ച് ആസ് എ വാർ ഡോക്ട്രൈൻ ആസ് ടെക്നോളജി. ടെക്നോളജി പോലെ തന്നെ അതൊരു വാർ ഡോക്ട്രൈനും കൂടിയാണ്. അത് നിങ്ങൾ യുദ്ധമുഖത്ത് സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ്. ഒരുപക്ഷെ ഈ തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഉണ്ടായത് ഇറാനിൽ അമേരിക്കൻ വിമാനങ്ങൾ കേട്ട തിരിച്ചടി ആയിരിക്കണം. ഇറാൻ അവകാശപ്പെടുന്നത് 4ഓളം F-35 വിമാനങ്ങളെ ഇറാൻ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതായത് ഇറാന് ട്രാക്ക് ചെയ്യാൻ പറ്റി, ഇറാന് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി, എൻഗേജ് ചെയ്യാൻ പറ്റി, ഹിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഇത് കടന്നുപോയി. അത് പരോക്ഷമായിട്ട് അമേരിക്ക അംഗീകരിച്ചിരിക്കുക. അതായത് ഈ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു വലിയ ഈ നമ്മുടെ മിത്തുകളിലൊക്കെയുള്ള ദേവന്മാരും മഹർഷിമാരും ഒക്കെ അപ്രത്യക്ഷമാകുന്ന തിരസ്കരണി എന്ന ഒരു സൂത്രമുണ്ട്. തിരസ്കരണി പ്രയോഗിച്ച് മന്ത്രം അല്ലെങ്കിൽ ചില പച്ചമരുന്ന് ദേഹത്ത് പുരട്ടിയാൽ അവർ അപ്രത്യക്ഷമാകും എന്നാണ് തിരസ്കരണി മന്ത്രത്തെക്കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ അതിൽ കുറച്ച് കാര്യം കാണാം. കാരണം ഒരു പച്ചമരുന്ന് നമ്മുടെ ശരീരത്തിൽ പുരട്ടുകയാണ്. പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രകാശം റിഫ്ലക്ട് ചെയ്യില്ലായിരിക്കാം. ഇതേ തത്വമാണ് അവിടെയും പ്രയോഗിക്കുന്നത്. ഈ റഡാറിന്റെ റേഡിയോ വേവ്സ് അടിക്കാൻ അബ്സോർവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നില്ല. തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴാണ് റഡാർ ഇത് മനസ്സിലാക്കുന്നത്, അതിന്റെ പൊസിഷൻ ഇന്നടത്താണ്, അതിന്റെ സൈസ് ഇത്രയാണ്, വേഗത ഇത്രയാണ്. ആ റേഡിയോ വേവ്സിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന കോട്ടിങ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിമാനത്തിന്റെ രൂപം, ഇങ്ങനെ പല ഘടകങ്ങളിലൂടെയാണ് സ്റ്റെൽത്ത് അച്ചീവ് ചെയ്യുന്നത്. അപ്പോ ആ സ്റ്റെൽത്ത് ക്വാളിറ്റി എന്നത് ഒരു ടെക്നോളജിയിൽ തന്നെ പരിപൂർണമല്ല എന്നും അമേരിക്ക പറയും. അപ്പോ ഇതിന്റെ അർത്ഥം F-35 വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ നിർബന്ധിതമായത് വെറും സ്റ്റെൽത്ത് ടെക്നോളജി അല്ല. അമേരിക്ക അത് ഇന്ത്യയുടെ റഡാറുകളിൽ ആ വിമാനം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായി. ട്രാക്ക് ചെയ്തത് അവർ സമ്മതിച്ചു. പക്ഷെ അന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ വിമാനത്തിന്റെ റിഫ്ലക്ടറുകൾ ഇന്ത്യൻ റഡാറുകൾക്ക് ട്രാക്ക് ചെയ്യാൻ പാകത്തിൽ ഓൺ ചെയ്തിട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ലൂണിബർഗ് ലെൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് വിമാനത്തിന്റെ ചിറകുകൾ. ആ ലൂണിബർഗ് ലെൻസ് ഈ റഡാർ എന്ന് വരുന്ന തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കും, റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ബോധപൂർവം ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പം ഒരു കാര്യം വ്യക്തമായി, അങ്ങനെ ബോധപൂർവം ചെയ്യണമെന്നൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ റഡാറിനെ ആദ്യമേ ഡിറ്റക്ട് ചെയ്തിരുന്നു, വിമാനത്തെ ഡിറ്റക്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് വിമാനത്തെ ഇവിടെ ഇറക്കിയത്. അപ്പൊ എന്തായാലും ശരി, ഒരു കോൺട്രവേഴ്സിക്ക്, വിവാദത്തിന് ഇപ്പൊ ഒരു തീരുമാനമായിരിക്കും. ആ തീരുമാനം ഇതാണ്: സ്റ്റെൽത്ത് വിമാനം എന്നുള്ളത് ഒരു മിത്താണ്. കാർട്ടൂണുകളിൽ മാത്രമേ ഈ റഡാറുകൾക്ക് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വിമാനമുള്ളൂ. യഥാർത്ഥ യുദ്ധമുഖത്തിൽ വിമാനം പലപ്പോഴും റഡാറുകൾക്ക് വിസിബിൾ തന്നെയാണ്. പക്ഷെ സാധാരണ വിമാനങ്ങളുടെ അത്രയും റഡാർ ക്രോസ് സെക്ഷൻ ഒന്നുമില്ല, അതിലപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അതോടൊപ്പം മനുഷ്യബുദ്ധിയും യുദ്ധതന്ത്രവും കൂടെ ചേരുമ്പോഴാണ് ഈ വിമാനം വലിയ പരിക്കേൽക്കാതെ ശത്രു രാജ്യത്ത് പോയിട്ട് ആക്രമണം നടത്തി തിരിച്ചെത്താൻ പറ്റും. അതിപ്പോ വളരെ കൃത്യമായി. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ സ്റ്റെൽത്ത് സംബന്ധിച്ചായാലും ഈ തിരുവനന്തപുരത്ത് F-35 വിമാനം ലാൻഡ് ചെയ്ത് സംബന്ധിച്ചുമുള്ള കൂടുതൽ വാർത്തകളും അതുപോലെ തന്നെ വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി നമസ്കാരം.